Welcome to BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. Today this is class number S34, Error Bars and Graphical Representation from Unit 3, Error Analysis, BSc Main Physics. അപ്പോൾ ഇത് സെമിസ്റ്റർ 5 പേപ്പർ 2-ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പേപ്പറിലെ ടോപ്പിക്കാണ്. ക്ലാസ് നമ്പർ S34, എറർ ബാർസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. വാട്ട് ഈസ് ആൻ എറർ ബാർ? What is an error bar? That is the first question we see. What is an error bar? An error bar is usually a T-shaped bar on a graph that shows how much error is built into the chart. The error here is not a mistake but rather a range or spread of the data that represents some kind of built-in uncertainty. For example, the bar could show a confidence interval or the standard error. An error bar is usually a T-shaped bar on the graph that shows how much there is built into the chart. The error here is not a mistake but rather a range of spread of data that represents some kind of built-in uncertainty. For example, the bar could show a confidence interval or the standard error. അപ്പോൾ എറർ ബാർ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന ഒരു പ്രത്യേക T ഷേപ്ഡ് ബാറാണ്. ഇപ്പോൾ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ്, ഒരു സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ ഇത്ര എറർ ബാർസ് വരയ്ക്കാറുണ്ട്. അത് എററിനെ കാണിക്കുന്നതാണ്. നമ്മൾ റീഡിംഗ് എടുത്താൽ എത്രമാത്രം എറർ വരും, അതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു T ഷേപ്ഡ് ലൈനുകളാണ്. ഇത് എറർ ഹിയർ ഈസ് നോട്ട് എ മിസ്റ്റേക്ക് ബട്ട് റാദർ റേഞ്ച് ഓഫ് സ്പ്രെഡ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എറർ ഒരു മിസ്റ്റേക്ക് ആയിട്ടല്ല നമ്മൾ കരുതേണ്ടത്. നമ്മുടെ ഈ റീഡിങ് എത്ര സ്പ്രെഡ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വേലി ചെയ്യാം എന്ന് കാണിക്കുന്നതാണ്. ഒരു അൺസർട്ടനിറ്റി കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ബാർ കുഡ് ഷോ എ കോൺഫിഡൻസ് ഇൻ്റർവൽ ഓർ ദി സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിനെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവലിനെ കാണിക്കുന്നതാണ് ഈ എറർ ബാർസ്. Error bars show how the measured value deviates from the true value and indicate the standard deviation of uncertainty. അൺസർട്ടനിറ്റിയുടെ എററിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സംവിധാനമാണ് എറർ ബാർസ്. ഇറ്റ് ഷോസ് ഹൗ ദി മെഷേർഡ് വാല്യൂ ഡീവിയേറ്റ് ഫ്രം ദി ട്രൂ വാല്യൂ. അപ്പോൾ യഥാർത്ഥ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ എത്ര കണ്ട് മാറാം എന്ന് കാണിക്കുന്നതാണ് എറർ ബാർസ്. ഇല്ലസ്ട്രേഷൻ, ഇതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് നോക്കുക. ഇല്ലസ്ട്രേഷൻ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ഇവിടെ കൊടുക്കുകയാണ്. ടു ഡ്രോ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വിത്ത് എറർ ബാർസ് ഓഫ് എ ലോഡ് സ്പ്രിംഗ്, ഡേറ്റ ആർ ഗിവൺ ബിലോ. അസ്യൂം എറർ in extension as plus or minus 0.02 centimeter. You read it as plus or minus, ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. To draw load extension graph with the error bars of a load spring, data are given below. Assume error in extension as plus or minus 0.02 centimeter. അപ്പോൾ ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ, സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ ആ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് അവിടെ എറർ പ്ലസ് ഓർ മൈനസ് 0.02 സെൻറ്റിമീറ്റർ ആയിട്ട് അസ്യൂം ചെയ്ത് എറർ ബാർസ് വരയ്ക്കുക. ഡ്രോ എറർ ബാർസ് ഡ്രോയിങ് by assuming the error as plus or minus 0.02 centimeter. അപ്പോൾ അതിൻ്റെ ഡേറ്റ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു സാമ്പിൾ ഡേറ്റ അസ്യൂം ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുന്ന രീതിയാണ് പറയുന്നത്. ഡേറ്റ ആർ ഗിവൺ ബിലോ and using the sample data we draw the load extension graph and mark error bars. Data load first column, extension in the second column. Load is in gram force, gram weight, extension is in centimeter. The load given are 50 gram, 100, 150, 200, 250 gram, 300, 350 gram. The extension is
0.08, 0.15, 0.23, 0.31, 0.40, 0.49 and 0.57 centimeter, all are in centimeters. And answer to this question, this load extension graph and error bars. Take a load on the x-axis and extension on the y-axis. അപ്പോൾ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വരയ്ക്കാൻ ലോഡ് എപ്പോഴും x-ആക്സിൽ എടുക്കും, എക്സ്റ്റൻഷൻ എപ്പോഴും y-ആക്സിലും എടുക്കും. അപ്പോൾ അതിന് അനുയോജ്യമായൊരു സ്കെയിൽ ഒരു സ്കെയിൽ നമ്മൾ അസ്യൂം ചെയ്യണം. സാധാരണ ലോഡ് 50 ഗ്രാം 1 സെൻറ്റിമീറ്റർ ആയിട്ട് x-ആക്സിലും എക്സ്റ്റൻഷൻ ഇവിടെ നമ്മൾ 0.1 സെൻറ്റിമീറ്റർ y-ആക്സിലും എടുക്കണം. 1 സെൻറ്റിമീറ്റർ 0.1 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ടു പ്ലോട്ട് ദ ഡേറ്റ വിത്ത് എറർ ബാർസ്. അപ്പോൾ ഈ ഡേറ്റ എറർ ബാർ സഹിതം റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? മാർക്ക് പോയിൻറ്റ്സ് 50 ഗ്രാം, 100 ഗ്രാം, 150 ഗ്രാം, etc. 350 gram force on the load axis, x-axis, and the points 0.10, 0.20, 0.30, etc. 0.60 centimeter on the extension axis of the graph paper. അപ്പോൾ ഗ്രാഫ് പേപ്പറിൽ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ x-ആക്സിൽ 50 ഗ്രാം എടുക്കണം, 50 ഗ്രാം എടുക്കണം. y-ആക്സിൽ 1 സെൻറ്റിമീറ്റർ 0.10 സെൻറ്റിമീറ്റർ എടുക്കണം. So to draw load extension graph, take scale on the x-axis as 1 centimeter is 50 gram and y-axis as 1 centimeter equal to 0.10 centimeter. അപ്പോൾ എങ്ങനെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത്? How will you mark the point? We can see the first point, the marking of first point. First point is 50 gram and 0.08 centimeter. For the first data point, the value of the load is 50 gram force and extension is 0.08 centimeter, measured with an accuracy of plus or minus 0.02. You correct it as 0.02. 1 0 is missing. Plus or minus 0.02 centimeter. Mark the dot on the graph paper against the load 50 gram force and extension 0.08 centimeter and surround it by a small circle as shown here. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് ലോഡ് 50 ഗ്രാമാണ് എടുക്കേണ്ടത്, എക്സ്റ്റൻഷൻ 0.08 സെൻറ്റിമീറ്റർ എടുക്കേണ്ടത്. എന്നിട്ടൊരു കുത്തിടണം ഗ്രാഫ് പേപ്പറിൽ, എന്നിട്ട് അത് സർക്കിൾ ചെയ്യണം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു ഇൻറ്റ് മാർക്കും അല്ലെങ്കിൽ സാധനം ആക്യുറസി കാണിക്കാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ഇട്ടിട്ട് ആ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ആ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കണം, ഒരു സർക്കിൾ ഇട്ട് കാണിക്കണം. അങ്ങനെ കാണിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എറർ ബാർ വരച്ചില്ല. എറർ ബാർ പോയിന്റ് വരയ്ക്കാനായിട്ട് 0.02 സെൻറ്റിമീറ്റർ എററായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോയിന്റ് മാർക്ക് ചെയ്തു, ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി ആണ് എറർ ബാർ വരയ്ക്കുന്നത്. എറർ ബാർ വരയ്ക്കുമ്പോൾ ഈ പോയിന്റിന് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാകും. ഇതാ നോക്കുക, ഷേപ്പ് വ്യത്യാസം നോക്കുക. നമ്മൾ താഴെ ആ സർക്കിൾ നോക്കിയാൽ അതിന് താഴെ മുകളിൽ ഒരു ഒരു മേപ്പോട്ടൊരു ടീയും താഴോട്ടൊരു ഇൻവേർട്ട് ടീയും വരച്ചിട്ടുണ്ട്. അതിൻ്റെ ദൂരം 0.02 സെൻറ്റിമീറ്ററാണ്. നമ്മൾ അസ്യൂം ചെയ്ത കറക്ഷൻ അല്ലെങ്കിൽ എറർ. Corresponding to the load 50 gram force, the error bars are indicated against the upper and lower limiting values of the extension as 0.08 minus 0.02 and 0.08 plus 0.02, that is 0.06 centimeter and 0.10 centimeter. The first data point is then completely plotted as like this. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇട്ട് ഈ 50 ഗ്രാം 0.08 സെൻറ്റിമീറ്ററിന് നമ്മൾ പോയിന്റ് ഇട്ട് റൗണ്ട് ചെയ്തു. എന്നിട്ട് എറർ നമ്മൾ എത്ര എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 0.02 സെൻറ്റിമീറ്റർ. അപ്പോൾ താഴോട്ട് വരുന്ന റീഡിങ് 0.08 മൈനസ് 0.02 ഈസിക്കൽ 0.06 എന്ന് കിട്ടും. മേപ്പോട്ടുള്ള റീഡിങ് 0.08 പ്ലസ് 0.02 0.10 സെൻറ്റിമീറ്റർ. അപ്പോൾ മേപ്പോട്ട് ഒരു ടീ വരച്ചിട്ട് ആ ടീയുടെ നീളം 0.10 വരെ നീട്ടണം. എന്നിട്ട് അവിടെ ടീ ഇങ്ങനെ വരച്ചു. താഴോട്ട് ആ ടീയുടെ നീളം ഇൻവേർട്ടഡ് ടീയുടെ നീളം 0.02 വരച്ച് താഴെ ആ ടീയുടെ ആ ലൈൻ വരയ്ക്കണം. അപ്പോൾ മേപ്പോട്ടും കീഴ്പോട്ടും ആ നടുക്ക് നിന്ന് ആ കുത്തിൽ നിന്ന് മേപ്പോട്ടും കീഴ്പോട്ടും 0.02
2 സെൻറ്റിമീറ്റർ വരച്ചിട്ടാണ് ആ ടി ഷേപ്പ് വരയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എറർ ബാർ വരച്ചു കഴിഞ്ഞു ആദ്യ പോയിന്റിന്. ആ ടി ഷേപ്പിൻ്റെ പോർഷനാണ് എറർ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. Similarly, plot the remaining data points. All the data points should be in a straight line. എല്ലാ ഡേറ്റ പോയിന്റും സ്ട്രേറ്റ് ലൈനിലായിരിക്കണം. In general, a few data points may be of the expected straight line graph. ചില കേസിൽ നമ്മൾ ആക്ച്വലായിട്ട് പരീക്ഷണം ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റ പോയിൻറ്റും സ്ട്രേറ്റിൽ വരില്ല. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഡേറ്റ പോയിൻ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. മറ്റ് ഡേറ്റ പോയിൻറ്റുകൾ ഈ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും തുല്യമായിട്ട് സ്പ്രെഡായി കിടക്കണം. അങ്ങനെ നമ്മൾ ഗ്രാഫ് ലാബിൽ വരയ്ക്കാറുള്ളത്. Draw a straight line passing the data points, taking care that the points which do not lie on the straight line graph are distributed evenly above and below it. Write down the title of the graph. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിൻ്റെല്ലാം മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. മിക്കവാറും എല്ലാ പോയിൻ്റുകളും സ്ട്രൈറ്റ് ലൈനിൽ വരത്തക്ക പോലെയാണ് വരയ്ക്കേണ്ടത്. ചില പോയിൻ്റെല്ലാം പുറത്ത് വരാം. ആ പുറത്ത് വരുന്ന പോയിൻ്റ് ഈ ലൈനിൻ്റെ ടോപ്പിലായിട്ടും ബോട്ടമിലായിട്ടും ഈക്വലി സ്പ്രെഡായിട്ട് കിടക്കണം. ഒരു ബെസ്റ്റ് ഫിറ്റിംഗ് ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. നോക്കിക്കേ, നമ്മൾ താഴെ ലോഡ് കാണിച്ചിട്ടുണ്ട്. 50, 100, 150, 200 അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ ആക്സിൽ 0.10, 0.20 അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ടി എറർ ബാർസ് വരച്ചു. സെക്കൻഡ് പോയിൻ്റ് എല്ലാത്തിനും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത മിക്കവാറും എല്ലാ പോയിൻറ്റും ലൈനിൽ തന്നെ കിടക്കുന്നത്. പക്ഷേ അങ്ങനെ വരത്തില്ല, ചിലതെല്ലാം മാറി വരും. സോ ഇൻ ദി ഗ്രാഫ് ലോഡ് ഈസ് ടേക്കൺ വിത്ത് എക്സ് ആക്സിസ് and extension to y-axis. Here almost all points are on a straight line, but in actual case some points may be above or below the straight line graph, and most of the points lie on the straight line, and this is the load extension graph between load and extension with the error bars marked. Error bars represent the T-shaped lines on each point, upward and downward. And this is the question. What are error bars? How will you represent it graphically? Illustrate with an example. എന്താണ് എറർ ബാർസ്? ഗ്രാഫിക്കലായിട്ട് ചിത്രീകരിക്കുക ഒരു എക്സാമ്പിൾ സഹിതം. നമ്മളിവിടെ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത് ഒരു സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ. അപ്പോൾ അതാണ് എറർ ബാർസിനെ കുറിച്ചുള്ള നോട്ട്. വാട്ട് ആർ എറർ ബാർസ്? ഹൗ വിൽ യു represent graphically, illustrate with an example. അപ്പോൾ നമ്മൾ ആ ടി ഷേപ്പിൽ വരച്ചിരിക്കുന്ന ലൈനുകൾ 0.02 ലെങ്ത് മേപ്പോട്ടും അതുപോലെ 0.02 സെൻറ്റിമീറ്റർ കീഴ്പോട്ടും വരുന്ന ലൈനുകൾ, അതിനെ എറർ ബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ എറർ ബാർസ് നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ റീഡിങ് എത്രമാത്രം വരെ എത്ര വ്യത്യാസം വരാം അല്ലെങ്കിൽ എത്ര റേഞ്ചിന് ഉള്ളിലാണ് എന്ന് കാണിക്കുക. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ class on error bars. This is class number 35. With this, the unit error analysis is over, and what is remaining is disaster management section that we begin the next class. Thank you very much.